ഇടയ്ക്ക് മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ലാനിന പ്രതിഭാസം ഈ മാസം അവസാനത്തോടെ രൂപപ്പെട്ടേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിന്റെ സ്വാധീനത്താൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പതിവിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിധ കെ ഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശാന്തസമുദ്രത്തിൽ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്ന പ്രതിഭാസമാണ് ലാനിന. ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായതോടെയാണ് ലാനിന രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചത്. ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ് ഈ കണ്ടീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതെന്നാണ് ഇപ്പോഴത്തെ ഫോർകാസ്റ്റുകൾ കാണിക്കുന്നത്. അപ്പോൾ അത് വരികയാണെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ നമുക്ക് സാധാരണയിൽ കൂടുതൽ മഴ കിട്ടും എന്നുള്ളതാണ് ഒരു ഏകദേശ രൂപം. രാജ്യത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഈ പ്രതിഭാസം മുൻ വർഷങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് കാരണമായിട്ടുണ്ട്. ലാനിന കണ്ടീഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു, നമ്മുടെ മഴയെ സ്വാധീനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ പ്രതിഭാസമല്ല. ഒന്നാമത് ലാനിന കണ്ടീഷൻ പസഫിക് സമുദ്രത്തിലുള്ളപ്പോൾ നമുക്ക് പൊതുവെ മഴ ഒന്നുകിൽ സാധാരണ അല്ലെങ്കിൽ അല്പം സാധാരണയിൽ കൂടുതലോ ആയിട്ടുള്ളതായിട്ടാണ് നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ 2 വർഷം ഒഴിച്ച് 22 വർഷമുള്ളതിൽ 20 വർഷവും ലാനിന കണ്ടീഷൻ ഉണ്ടായിരുന്നപ്പോൾ സാധാരണയിൽ കൂടുതലായിട്ട് മഴയുള്ളതായിട്ടാണ് കാണുന്നത്. ലാനിന ശക്തി പ്രാപിച്ചാലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നിധ കെ ഗോപാൽ. പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് മഴ എങ്ങനെ പെയ്യുന്നു, എത്ര ദിവസം അടുപ്പിച്ച് പെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ സമയത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് വാണിംഗുകൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് സിസ്റ്റങ്ങൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ വാണിംഗ്സ് ഇഷ്യൂ ചെയ്യുക. വയനാട് ഉരുൾപൊട്ടലിന്റെ വേദന ഉണങ്ങാത്ത കേരളത്തിന് വീണ്ടും ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ താങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന വരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.